പ്രിയ ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും സക്സസ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ 4ാമത്തെ അധ്യായമായ ജീവനുള്ള വിത്തുകൾ എന്ന പാഠമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് വെള്ളം, വായു, അനുയോജ്യമായ താപനില. വെള്ളം, വായു, അനുയോജ്യമായ താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം. വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം. വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം. വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം. വിത്തിലെ പ്രാഥമിക ഇലകളാണ് ബീജപത്രം. വിത്തിലെ പ്രാഥമിക ഇലകളാണ് ബീജപത്രം. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. മണ്ണില്ലാതെയും സസ്യങ്ങളെ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. മണ്ണില്ലാതെയും സസ്യങ്ങളെ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. പയർവിത്തിന് 2 ബീജപത്രങ്ങളും ചോളത്തിൽ 1 ബീജപത്രവുമാണുള്ളത്. പയർവിത്തിന് 2 ബീജപത്രങ്ങളും ചോളത്തിൽ 1 ബീജപത്രവുമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്നു കാണുന്ന ഭാഗമാണ് ബീജാന്നം. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലവും പിന്നീട് ബീജശീർഷവുമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലവും പിന്നീട് ബീജശീർഷവുമാണ്. ബീജമൂലം വളർന്ന് ചെടിയുടെ വേരായി മാറുന്നു. ബീജമൂലം വളർന്ന് ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. ബീജമൂലം വളർന്ന് ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതിവെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതിവെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതാണ് വിത്ത് വിതരണം. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണത്തിനുള്ള വഴികളാണ് വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടക്കുന്നു. കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നു. ജന്തുക്കളിലൂടെയും പക്ഷികളിലൂടെയും വിത്ത് വിതരണം നടക്കുന്നു. വിത്തുകൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നു. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളാണ് റബ്ബർ, കാശിത്തുമ്പ, വെണ്ട എന്നിവ. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളാണ് റബ്ബർ, കാശിത്തുമ്പ, വെണ്ട മുതലായവ. വിത്തുകൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുവാനും വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഇലകളിലെ സിരകൾ വഴിയാണ്. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഇലകളിലെ സിരകൾ വഴിയാണ്. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയും അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതുമായ ഇലകളുടെ വിന്യാസമാണ് ജാലികാസിരാവിന്യാസം. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയും അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതുമായ ഇലയുടെ വിന്യാസമാണ് ജാലികാസിരാവിന്യാസം. സമാന്തര സിരാവിന്യാസത്തിൽ
ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു. സമാന്തര സിരാവിന്യാസത്തിൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. ഉദാഹരണം മാവ്, പ്ലാവ് തുടങ്ങിയവ. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലമാണ് നാരുവേരുപടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഉദാഹരണം പുൽവർഗ സസ്യങ്ങൾ. തായ്വേരുപടലത്തിന് ഉദാഹരണം മാവ്, പ്ലാവ് തുടങ്ങിയവ. നാരുവേരുപടലത്തിന് ഉദാഹരണമാണ് പുൽവർഗ സസ്യങ്ങൾ. തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവ അറിയപ്പെടുന്നത് താങ്ങുവേര് അല്ലെങ്കിൽ പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ പറ്റുവേര്. ചില സസ്യങ്ങളുടെ തണ്ടിൽ നിന്നും അല്ലെങ്കിൽ ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവ അറിയപ്പെടുന്നത് താങ്ങുവേര് അല്ലെങ്കിൽ പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ പറ്റുവേര്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസനവേരുകൾ. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസനവേരുകൾ. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതകവിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസനവേര് എന്നറിയപ്പെടുന്നു. ശ്വസനവേരുകളുടെ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതകവിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ടാണ് ഇവ ശ്വസനവേരുകൾ എന്നറിയപ്പെടുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളാണ്. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളാണ് ചേമ്പ്, ചേന എന്നിവ. വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളാണ് ചേമ്പ്, ചേന എന്നിവ. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ ഇല്ലാതാകുന്നതാണ് വംശനാശം. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ ഇല്ലാതാകുന്നതാണ് വംശനാശം. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. താങ്ക് യു.